നമസ്കാരം. കൂത്തുപറമ്പിലെ UDF തോൽവി ലീഗിൽ പുകയുന്നു. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ ജയന്തി രാജൻ 1286 വോട്ടിനാണ് LDFന്റെ PK പ്രവീണിനോട് പരാജയപ്പെട്ടത്. കേരളത്തിൽ നിലനിന്ന UDF തരംഗത്തിൽ കാലിടറാതെയാണ് RJDയുടെ PK പ്രവീൺ ഇവിടെ ജയിച്ചത്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജയന്തി രാജൻ 69,182 വോട്ടുകൾ നേടിയപ്പോൾ പ്രവീണിന് 70,448 വോട്ടുകളാണ് ലഭിച്ചത്. ഇതോടെയാണ് ജയന്തിയുടെ തോൽവി ലീഗിൽ പുകഞ്ഞു തുടങ്ങിയത്. സ്ഥാനാർത്ഥി എന്നതിലുപരി ലീഗിന്റെ ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി കൂടിയാണ് ജയന്തി. അതുകൊണ്ട് തന്നെ ഈ തോൽവി ലീഗിൽ പുകയുകയാണ്. കൂത്തുപറമ്പിലെ ലീഗിൽ കാലങ്ങളായി ഗ്രൂപ്പിസം നിലനിൽക്കുന്നുണ്ട്. ഈ ഗ്രൂപ്പിസത്തിന്റെ ഇരയാണ് ജയന്തി രാജൻ എന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത്. ലീഗ് നേതാവ് ഷാഹുൽ ഹമീദിന്റെ കീഴിലുള്ള സംഘം വളരെ ബോധപൂർവം ജയന്തിക്കെതിരെ കളിച്ചുവെന്നും ജയന്തിയുടെ കപ്പൽ മുങ്ങിയതല്ല മുക്കിയതാണ് എന്നുമാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത്. ലീഗിന്റെ സ്ഥാനാർത്ഥികൾ നിൽക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം ഫണ്ട് ഒഴുകിയപ്പോഴും കൂത്തുപറമ്പിൽ ഫണ്ട് എത്തിയില്ലെന്ന് ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നു. ഇത് ജയന്തിയുടെ പ്രചാരണത്തെ ദോഷകരമായി ബാധിച്ചു. ലീഗിലെ സീറ്റ് മോഹികളാണ് ജയന്തിയെ തോൽപ്പിച്ചതെന്നാണ് പാർട്ടിയിൽ ഉയരുന്ന ആരോപണം. ജനറൽ സീറ്റിലാണ് ജയന്തി മത്സരിച്ചത്. ഇവിടെ സീറ്റ് ചില ലീഗ് നേതാക്കൾ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അവർക്ക് നൽകാതെയാണ് ജയന്തിക്ക് നൽകിയത്. CPMലെ ഗ്രൂപ്പിസം കണ്ണൂർ ജില്ലയിൽ ശക്തമായിരുന്നു. CPMലെ വിഭാഗീയതയും പുറത്താക്കലും കണ്ണൂരിലെ LDF സാധ്യതകളെ ബാധിച്ചപ്പോൾ അത് കൂത്തുപറമ്പിലും പ്രതിഫലിക്കേണ്ടതുണ്ടായിരുന്നു എന്നാണ് ലീഗ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. കൂത്തുപറമ്പ് നഗരസഭ ഉൾപ്പെടെ 4 തദ്ദേശ സ്ഥാപനങ്ങളിൽ LDF ഭരണമാണ്. എന്നാൽ പാനൂർ നഗരസഭ ഉൾപ്പെടെ 3 തദ്ദേശ സ്ഥാപനങ്ങളിൽ UDF ആണ് ഭരിക്കുന്നത്. ഇവിടെയൊക്കെ ജയന്തിക്ക് വോട്ട് കുറഞ്ഞെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ലീഗിലെ ഗ്രൂപ്പിസം ശക്തമായതോടെ അത് കൂത്തുപറമ്പിലെ UDF സാധ്യതകളെയാണ് ബാധിച്ചത്. ലീഗിലെ സെക്യുലർ മുഖമായാണ് ജയന്തിയെ ലീഗ് അവതരിപ്പിച്ചത്. എന്നാൽ നേരിയ വോട്ടുകൾക്കാണ് ജയന്തി പരാജയപ്പെട്ടത്. ജയന്തിയെ പരാജയപ്പെടുത്താൻ ആസൂത്രിത ശ്രമം നടന്നുവെന്നാണ് ഒരു വിഭാഗം ലീഗ് നേതാക്കളുടെ ശക്തമായ ആരോപണം. ജയന്തിയുടെ തോൽവി ചൂണ്ടിക്കാട്ടി സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകാൻ ഒരു വിഭാഗം ഒരുങ്ങുകയാണ്.